മാന്യസദസ്സിന് നമസ്കാരം. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. കാടും മലകളും പുഴകളും തോടുകളും നിറഞ്ഞ സുന്ദരമായ നാട്. അറിവിന്റെ കാര്യത്തിലും ആരോഗ്യ പരിപാലനത്തിലും സ്ത്രീ വിദ്യാഭ്യാസത്തിലും ലോകാരോഗ്യ സംഘടനയിലും മുഖ്യ സ്ഥാനം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ പല രോഗങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുകയാണ്. കീടനാശിനികളോ രാസവളങ്ങളോ കേരളത്തെ രോഗക്കീഴിലെത്തിച്ചിരിക്കുന്നു. ഇതിൽ ഒരു മാറ്റം വേണമെങ്കിൽ നാം തന്നെ ശ്രമിക്കണം. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളോ ആഹാര പദാർത്ഥങ്ങളോ സ്വന്തമായി ഉണ്ടാക്കണം. കീടനാശിനികളോ രാസവളങ്ങളോ ഉപേക്ഷിച്ച് നമ്മൾ ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകണം. പ്രിയ കൂട്ടുകാരെ, എന്താണ് ഈ ജൈവ കൃഷി? കീടനാശിനികളോ രാസവളങ്ങളോ ചേർക്കാതെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ കൃഷി ചെയ്യുന്നതാണ് ജൈവ കൃഷി. ജൈവ കൃഷിയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് പോഷകങ്ങൾ വളരെ കൂടുതലാണ്. ഇതിൽ നിന്ന് രാസകീടനാശിനിയുടെ ഉപയോഗം മൂലം മണ്ണും ജലവും മലിനമായി കൊണ്ടിരിക്കുന്നു. ഇതൊരു മാറ്റം വരണം. നമ്മുടെ വീടിന് ചുറ്റും നല്ല ഇനം വിത്തുകളും ചാണകങ്ങളും പച്ചിലവെള്ളങ്ങളും ചേർത്ത് നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ സാധിക്കും. രാവിലെയും വൈകുന്നേരവും അല്പസമയം നീക്കി വെച്ചാൽ വീട്ടുമുറ്റത്തും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വളർത്തിയെടുക്കാം. അതിലൂടെ വിഷമില്ലാത്ത പച്ചക്കറികൾ ലഭിക്കും. അങ്ങനെ നമ്മളുടെ ആരോഗ്യം മണ്ണിനും മനുഷ്യനും നല്ല ആരോഗ്യം. അത് തന്നെയാണ് ജൈവ കൃഷി രീതി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലാകെ പ്രകൃതിക്ക് യോജിച്ച ജൈവ കൃഷി രീതി കൊണ്ടുവരാൻ ശ്രമിക്കണം. ആരോഗ്യമുള്ള മണ്ണ്, അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യങ്ങൾ, അതിലൂടെ പോഷക സമൃദ്ധമായ ഭക്ഷണം, എല്ലാവർക്കും ആരോഗ്യം. ഇതാവട്ടെ നമ്മുടെ ലക്ഷ്യം. നല്ല നാളേക്ക് വേണ്ടി ഒരുമിച്ച് കൈകോർക്കാം. ഒരേ മനസ്സോടെ. ജയ് ഹിന്ദ്. ഒരേ മനസ്സോ ഇല്ല. പോവാണോ? ഇല്ല, അമ്മക്ക് പഠിക്കണ്ടേ? അതെന്താണ് പഠിക്കുന്നത്? അമ്മക്ക് പരീക്ഷയില്ലേ? എനിക്ക് ജോലി പഠിക്കണ്ടേ? ഈ വലിയബാബ ആരെ തന്നെയെന്ന് അറിയാമോ? ചന്ദ്രമാമൻ. ചന്ദ്രമാമൻ മേടിച്ചു തന്നതല്ലേ വലിയബാബ? ആണ്. ഇല്ല. ആയി, നല്ല രസം. അയ്യോ, ചവിട്ടി അമ്മനെ. നിന്നെ ഞാനിന്ന് വൈകിട്ട് കൂടുതൽ കടത്തൂല. എനിക്ക് പൊന്നി മതി. പൊന്നി ഞാൻ പൊന്നെടുത്ത് വാങ്ങുക. ആര്? അമ്മ മാത്രം പോ, നീ പോവില്ല. ഇല്ല. ദിയ അടി കൊള്ളും കേട്ടോ ഇനി എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ. ആ ഞൊട്ടിയുള്ളൂ തൊട്ടേ അടുത്തുണ്ടോ?
നീയാണോ കരയുന്നത്?